ബാലതാരമായി മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച നടിയാണ് കാവ്യ മാധവൻ. പിന്നീട് മെഗാസ്റ്റാറുകൾക്കൊപ്പം നായികയായി. സ്ക്രീനിൽ കൂടുതൽ പ്രണയരംഗങ്ങളിൽ ഒപ്പം അഭിനയിച്ച ആ വ്യക്തി തന്നെ ജീവിതത്തിലും ഒരുമിച്ചപ്പോൾ അത് ദൈവനിയോഗം എന്നേ പറയേണ്ടൂ. പലകുറി ദിലീപിനെ ചേർത്തുള്ള ഗോസിപ്പുകൾ വന്നെങ്കിലും ഒരിക്കലും തങ്ങൾ ഇടയിൽ അങ്ങനെ ഒരു ബന്ധം ഇല്ലെന്ന് കാവ്യ ആവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ടാകണം വിവാഹ ആലോചനയുമായി ദിലീപും കുടുംബവും അവിടെ എത്തിയപ്പോൾ കാവ്യയുടെ അമ്മ ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞതും. എന്നാൽ വിവാഹമോചനത്തിന് ശേഷം 1.5 വർഷം കഴിഞ്ഞാണ് ദിലീപ് കാവ്യ വിവാഹം നടന്നത്. എന്നാൽ അപ്പോൾ മുതൽ ഈ അടുത്ത കാലം വരെ കാവ്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനും ചിത്രങ്ങൾക്കും എന്തിന് അധികം പറയുന്നു, കാവ്യ നൽകിയ ഒരു അഭിമുഖത്തിൽ പോലും സൈബർ അറ്റാക്കായിരുന്നു നേരിടേണ്ടി വന്നത്. പക്ഷേ ഒരിക്കൽ തന്നെ വിമർശിച്ചവർ സത്യം മനസ്സിലാക്കുമ്പോൾ തന്നെ അംഗീകരിക്കും എന്ന ഉറച്ച വിശ്വാസത്തിൽ ആയിരുന്നു കാവ്യ മാധവൻ. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കണം കഴിഞ്ഞ ദിവസം കാവ്യ പങ്കുവച്ച പോസ്റ്റിന് ഏറ്റവും അനുയോജ്യമായ കുറിപ്പും കാവ്യ പങ്കിട്ടത്. വെളുപ്പിന്റെ ശാന്തതയിൽ മറ്റൊരു മനോഹരമായ വർഷം ആഘോഷിക്കുന്നു. എല്ലാവരും എനിക്ക് അയച്ച സ്നേഹത്തിനും അനുഗ്രഹങ്ങൾക്കും ആശംസകൾക്കും നന്ദി എന്നാണ് കാവ്യ കുറിച്ചത്. ഒരു കണക്കിന് നോക്കിയാൽ കഴിഞ്ഞ ഒരു വർഷം മാത്രമേ ആയിട്ടുള്ളൂ കാവ്യ മാധവൻ എന്ന വ്യക്തി സൈബർ അറ്റാക്ക് നേരിടുന്നതിന്റെ തീവ്രത കുറഞ്ഞത്. ഒരു പെണ്ണ് കേൾക്കാവുന്നതിന്റെ അപ്പുറവും കേട്ടു. ഇപ്പോഴാണ് അവർ സ്വസ്ഥമായ ഒരു പോസ്റ്റ് പോലും പങ്കുവെക്കുന്നത്. എല്ലാത്തിനും തിരികെ ചോദിക്കാൻ ഒരു നാൾ വരും എന്ന് പറയുന്നത് ഇതുകൊണ്ടാകണം. എന്നിങ്ങനെ ഒരു 100,000 കമന്റുകളാണ് ഇപ്പോൾ കാവ്യയുടെ ഫാൻ പേജുകളിലും മറ്റുമായി ലഭിക്കുന്നത്. 2016 റിലീസ് ചെയ്ത പിന്നെയും എന്ന അടൂർ ഗോപാലകൃഷ്ണൻ ചിത്രത്തിലാണ് കാവ്യ അവസാനമായി അഭിനയിച്ചത്. 2019 ഒക്ടോബറിലാണ് ദിലീപിനും കാവ്യയ്ക്കും പെൺകുഞ്ഞ് ജനിച്ചത്. വിവാഹവും മകളുടെ ജനനവും ഒക്കെ ജീവിതത്തിലെ ഏറെ ആസ്വദിക്കുന്ന കാവ്യ അഭിനയ ജീവിതം പൂർണ്ണമായി ഉപേക്ഷിച്ച മട്ടാണ്. കാവ്യയുടെ സ്വന്തം ക്ലോത്തിങ് ബ്രാൻഡായ ലക്ഷ്യയ്ക്ക് വേണ്ടിയുള്ള മോഡലായി കാവ്യ എത്താറുണ്ട് എന്നുമാത്രം. അതേസമയം അഭിനയത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന കാവ്യ സിനിമയിലേക്ക് തിരിച്ചുവരണമെന്ന് ആരാധകർ ആവശ്യപ്പെടുന്നത്